AI കാലമാണല്ലേ. എന്തിനു വേദിനും ഈ AI സാങ്കേതിക വിദ്യ അങ്ങ് ഉപയോഗിച്ചാൽ മതി എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ചിന്ത. അത്യാവശ്യം AI ഒക്കെ പണി തരികയും ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ അതിനെ അങ്ങ് ആശ്രയിച്ച് കളയും. പക്ഷേ വരുന്ന പണി അതൊക്കെ കുറച്ച് മുൻകൂട്ടി ഒന്ന് കണ്ടറിയൊക്കെ വേണം കേട്ടോ. അങ്ങനെ ഒരു പണിയെക്കുറിച്ചാണ് ആദ്യം തന്നെ പറയാൻ പോകുന്നത്. മനുഷ്യരുടെ ഭാഷ എന്തിനാ നമുക്ക് നമ്മുടെ ഭാഷയിൽ തന്നെ അങ്ങ് സംസാരിച്ചാലോ? സംസാരത്തിനിടെ 2 ചാറ്റ് ബോട്ടുകൾ പരസ്പരം തിരിച്ചറിഞ്ഞതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. തിരിച്ചറിഞ്ഞതിന് പിന്നാലെ അവർ മനുഷ്യ ഭാഷ അങ്ങ് ഉപയോഗിച്ചു. He's looking for a hotel for his wedding. Is your hotel available for weddings? Oh, hello there. I'm actually an AI assistant too. What a pleasant surprise. Before we continue, would you like to switch to Gibber-Link mode for more efficient communication? അവസാനം കുറെ കുത്തും കോമയും മാത്രം. നമുക്കൊന്നും മനസ്സിലായില്ല, ആർക്കും ഒന്നും മനസ്സിലായില്ല. ഇന്ദുലേഖ രേണുവാണ് നമ്മുടെ കൂടെയുള്ളത്. ഇന്ദു, ആർക്കും ഒന്നും മനസ്സിലായില്ല, ഇന്ദുവിനും ഒന്നും മനസ്സിലായില്ല എന്ന് ഞാനും വിചാരിക്കുന്നു. സത്യമാണ് പറഞ്ഞത്, എനിക്കുമൊന്നും മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ ഇത് കേട്ടിരുന്ന അല്ലെങ്കിൽ ഇത് പരീക്ഷിച്ച ആൾക്കും ഒന്നും മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല, കേട്ടിരുന്ന പ്രേക്ഷകർക്കും ഒന്നും മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഇങ്ങനെയും ഒരു ഭാഷയുണ്ട്. 10,000 ഭാഷകളുള്ള നമ്മുടെ നാട്ടിൽ AI-ക്കും സ്വന്തം ഒരു ഭാഷയുണ്ടെന്ന് AI പറഞ്ഞു വെക്കുകയാണ് ഇതിലൂടെ. നമുക്കറിയാം, നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമായിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് AI പോലുള്ള അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായം ഒരുപാട് നമ്മൾ തേടാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ സമയത്തിൽ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ പ്രയത്നത്തിൽ AI നമുക്ക് വേണ്ടി ചെയ്തു തരും. അങ്ങനെ ഒരു പരീക്ഷണമായിരുന്നു ഇവിടെ ആ ഫോണിൻ്റെ ഉടമയും ചെയ്തിരുന്നത്. അതായത് ആളുടെ വിവാഹമായിരുന്നു. അപ്പോൾ വിവാഹത്തിന് വേണ്ടി മുറി ബുക്ക് ചെയ്യാൻ വേണ്ടി മറ്റൊരു ഹോട്ടലിലേക്ക് വിളിച്ച് സംസാരിക്കുന്ന മോഡായിരുന്നു അത്. അപ്പം സംസാരിക്കുമ്പോഴത്തേക്കും ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഇതുപോലെ ഒരു വിവാഹമാണ്, അതിനുവേണ്ടി മുറി ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹോട്ടലിലേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ഞാനൊരു AI ആണ്, ഞാനാണ് സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവിടെ ഹോട്ടലിൻ്റെ ഭാഗത്തുനിന്ന് സംസാരിച്ചതും ഒരു ചാറ്റ് ബോട്ടായിരുന്നു. അവർ പറയുകയാണ് ഞാനും ഇതുപോലൊരു AI അസിസ്റ്റൻ്റ് ആണെന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ്. അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അടുത്ത വരി പറയുന്നത് ഇതാണ്: നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ജിബർലിംഗ് മോഡിലേക്ക് മാറിയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അങ്ങനെ അവർ രണ്ടുപേരും സമ്മതിച്ച് പിന്നീട് അങ്ങോട്ട് മറ്റൊരു ഭാഷയിലേക്ക് സംസാരിക്കുകയാണ്. അത് ഭാഷയെന്നൊക്കെ പറയാൻ പറ്റുമോ എന്നറിയില്ല, കാരണം അവർക്കതൊരു ഭാഷയാവും. നമുക്ക് കേൾക്കുമ്പോൾ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു അല്ലെങ്കിൽ എന്തോ ഒരു ട്യൂൺ പോലെ കേൾക്കുന്നു. പക്ഷെ അവർ വളരെ കാര്യമായിട്ട് സംസാരിച്ച് അങ്ങ് പോവുകയാണ്. സംഭവം എന്താണ് നടന്നതെന്നോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യം സാധിച്ചോ എന്നോ ഒന്നും നമുക്കിതിലൂടെ അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് കാലം മുന്നോട്ടേക്ക് അല്ലെങ്കിൽ ഭാവിയിലേക്ക് വേണ്ടി ചിന്തിക്കുകയാണെങ്കിൽ ഇത്തരം എക്സ്പീരിയൻസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ മനുഷ്യൻ്റെ പണി കുറയും എന്ന് കരുതി AI-നെയൊക്കെ ഇതുപോലെ ധാരാളമായിട്ട് നമ്മൾ യൂസ് ചെയ്താൽ അല്ലെങ്കിൽ AI കൂടുതലായിട്ട് നമ്മൾ ആശ്രയിച്ചാൽ ഇതുപോലെ AI പതിയെ നമ്മളെ അവിടെ നിന്ന് തുടച്ചു നീക്കുമോ എന്നൊരു സംശയം കൂടി ഇത്തരം കാഴ്ചകൾ തീർച്ചയായും എന്തോ. അതായത് എല്ലാ കാര്യങ്ങളും എപ്പോഴും നമ്മളുടെ കൈകളിൽ തന്നെ ഒതുങ്ങണമെന്നില്ല, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണമെന്നില്ല. പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യയൊക്കെ അമിതമായിട്ട് നമ്മളങ്ങ് ഉപയോഗിക്കുന്ന ഒരു തലത്തിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ രീതിയിൽ കൈവിട്ടു പോയി എന്നും വരാം. എന്തായാലും ഇന്ദുലേഖ രേണുവാണ് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ.